കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് സുരക്ഷയൊരുക്കാൻ നിയോഗിച്ച സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചെത്തിയ സംഭവത്തിൽ നടപടിയുണ്ടാകും. KP അസിസ്റ്റന്റ് കമാൻഡ് സുരേഷാണ് ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെത്തിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇയാളെ ചുമതലയിൽ നിന്ന് മാറ്റി എയർപോർട്ട് ഡ്യൂട്ടിക്കായി നിയോഗിച്ചു. വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, മദ്യപിച്ചെത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകാൻ തന്നെയാണോ സാധ്യത? ഇപ്പോൾ അദ്ദേഹത്തെ എയർപോർട്ട് ഡ്യൂട്ടിക്കാണോ നിയോഗിച്ചിട്ടുള്ളത്? KP വലിയ ഒരു കൃത്യവിലോപം തന്നെയാണ്, ഗുരുതരമായ കൃത്യവിലോപമാണ് ഈ ഉദ്യോഗസ്ഥനിൽ നിന്ന് ഉണ്ടായത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു ഡ്യൂട്ടിക്ക് മദ്യപിച്ച് എത്തുക എന്ന് പറയുമ്പോൾ തന്നെ, കാരണം സുരക്ഷ നൽകേണ്ട ഒരു VVIP സുരക്ഷ നൽകേണ്ട പ്രധാനപ്പെട്ട ഒരാൾ വരുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ എത്തുന്നു. സ്വാഭാവികമായും ജാഗ്രതയോടെ ഓരോ ഉദ്യോഗസ്ഥനും നിലയുറപ്പിക്കേണ്ട ഘട്ടത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു ഡ്യൂട്ടി അദ്ദേഹത്തിന് നൽകുമ്പോൾ മദ്യപിച്ച് അവിടെ എത്തുന്നത് ചില സംശയങ്ങൾ തോന്നി. കൂടുതൽ വിശദമായി പരിശോധിച്ചപ്പോഴാണ് മദ്യപിച്ച് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥൻ എത്തിയതെന്ന് മനസ്സിലായത്. KP അസിസ്റ്റന്റ് കമാൻഡർ സുരേഷാണ് മദ്യപിച്ച് എത്തിയത് എന്ന കാര്യവും വ്യക്തമായി. വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞെന്നു ഉദ്യോഗസ്ഥർ. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥരും പോലീസ് ഉന്നതരും അടക്കം ഇയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. എയർപോർട്ട് ഡ്യൂട്ടിക്കായിരുന്നു ഇദ്ദേഹത്തെ നിയോഗിച്ചിരുന്നത്. എയർപോർട്ടിൽ നിന്ന് അമിത്ഷാ അദ്ദേഹം എത്തുന്ന സമയത്ത് ഇന്നലെ 9 മണിക്ക് ശേഷമാണ് അദ്ദേഹം എത്തിയത്. അവിടെയുള്ള ഡ്യൂട്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം വീഴ്ചകൾ ഉണ്ടായിരുന്നു. മദ്യപിച്ച് എത്തി നടപടികൾ നേരിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രത കുറവ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും വലിയ ഒരു വീഴ്ച, അതിഗുരുതരമായ ഒരു വീഴ്ച കൂടി ഉണ്ടായിരിക്കുന്നത്. കടുത്ത നടപടികളിലേക്ക് തന്നെയായിരിക്കും കടക്കുക എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.